മ്യാൻമറിൽ വീണ്ടും റോഹിംഗ്യൻ മുസ്ലിം വംശഹത്യ. 2 ലക്ഷത്തോളം റോഹിംഗ്യൻ ജനത തിങ്ങിപ്പാർക്കുന്ന ബുത്തിങ് ഡൗൺ നഗരം പൂർണ്ണമായും സൈന്യം കത്തിച്ചതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. സൈനികാതിക്രമത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് പോലും പുറം ലോകത്തിന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നഗരത്തിൽ പൂർണ്ണമായും തീയിട്ട് ജനങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനുള്ള പാലങ്ങളും വഴികളുമെല്ലാം മ്യാൻമാർ സൈന്യം തകർത്തെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഭക്ഷണമോ മരുന്നുകളോ അവശ്യ സാധനങ്ങളോ ഇല്ലാതെ പാടങ്ങളിലും പറമ്പുകളിലും ഒളിച്ചിരിക്കുകയാണെന്നും റോഹിംഗ്യൻ അവകാശ പ്രവർത്തകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നഗരമാകെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. അതേസമയം സൈനികാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. നഗരത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യങ്ങളൊന്നും പുറം ലോകത്തേക്ക് അറിയാത്ത സാഹചര്യമാണ്. അക്രമത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടെന്നോ നഗരത്തിൽ അവശേഷിക്കുന്നവരുടെ നിലവിലെ സാഹചര്യം എന്താണെന്നോ ഉൾപ്പെടെയുള്ള യാതൊരു വിവരങ്ങളും മ്യാൻമാർ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. ഇന്റർനെറ്റ് സംവിധാനം ഉൾപ്പെടെ ബുത്തിഡോങ്ങിൽ ആശയവിനിമയം നടത്താനുള്ള എല്ലാ മാർഗങ്ങളും മ്യാൻമാർ സൈന്യം തടഞ്ഞിരിക്കുകയാണ്. ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന പടിഞ്ഞാറൻ സംസ്ഥാനമായ റാഖൈനിലെ ബുത്തിഡൗൺ നഗരത്തിലാണ് സൈന്യത്തിന്റെ നരനായാട്ട്. സൈനികർ റോഹിംഗ്യകളുടെ വീടുകൾ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ആളുകളെ രക്ഷപ്പെടാൻ പോലും അനുവദിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫോണുകൾ പിടിച്ചെടുത്തു. മറ്റിടങ്ങളിലുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തൻ്റെ കുടുംബാംഗങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോഴും ബുത്തിങ് ഡൗണിലാണെന്നും എന്നാൽ ശനിയാഴ്ച മുതൽ അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും ബംഗ്ലാദേശിൽ അഭയാർത്ഥിയായി താമസിക്കുന്ന റോഹിംഗ്യൻ കവി ഫാറൂഖ് CNN പറഞ്ഞു. കുടുംബം നാടുവിട്ടുപോയെന്നും തൻ്റെ വീട് സൈന്യം കത്തിച്ചുവെന്നും ബന്ധു പിന്നീട് തന്നെ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 2016 ഏറ്റവും വലിയ വംശഹത്യ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ മ്യാൻമറിൽ നടന്നത്. 2021 ഫെബ്രുവരിയിൽ അട്ടിമറിയിലൂടെ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്തതു മുതൽ മ്യാൻമറിലുടനീളം വ്യാപകമായ ആക്രമണങ്ങളാണ് സൈന്യം നടത്തിവരുന്നത്. പടിഞ്ഞാറൻ സംസ്ഥാനമായ റാഖൈനിൽ മ്യാൻമറിന്റെ സൈനിക ഭരണകൂടത്തോട് പോരാടുന്ന ശക്തമായ വംശീയ ന്യൂനപക്ഷ സായുധ സംഘമായ അരാക്കൻ സൈന്യം ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള റോഹിംഗ്യൻ നഗരം പിടിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ബുത്തിങ് ഡൗൺ നഗരത്തിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ വീടുകൾ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട്. മെയ് 18 ബുത്തിഡോങ് നഗരം ഒഴിഞ്ഞു പോകണമെന്ന് കാട്ടി മ്യാൻമർ സൈന്യം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദികൾ ആരായാലും അത് 2017 മ്യാൻമറിൽ നടന്ന വംശഹത്യയേക്കാൾ ഭീകരമാകുമെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.